MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ലൈൻ ഒരു മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിന്റെ ഓണർ ആയിട്ടുള്ള അനിൽ സാറ് വന്നിട്ട് പറയാണ്, സുരേഷ് സാറ് ഞങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു, അദ്ദേഹം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അയാൾ ഇവിടെ വന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുന്ന് പോയതിനു ശേഷമാണ് മരിച്ചത്. അമൃത സുരേഷിൻ്റെയും അച്ഛനാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ അപ്പാട്. അമൃത സുരേഷിൻ്റെ അച്ഛനുണ്ടായിരുന്നോ? അങ്ങേരുടെ ഭാവമാറ്റം ഒരു ശരാശരി മലയാളി എന്നുള്ള നിലയ്ക്ക് എന്നെ വിട്ടുകളാ. ഇത് കേൾക്കുന്ന ആൾ എന്താണ് കരുതുക? ഇത് കേട്ടിട്ട് പ്രതികരിച്ചവർ ഈ പ്രതികരിച്ചില്ലെങ്കിലല്ലേ കുറ്റം? അതായത് സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല പാട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുമാത്രവുമല്ല, അച്ഛൻ സുരേഷിനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സുരേഷ് സാറിനെ നമ്മൾ സ്റ്റാർ സിംഗർ മുതൽ കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, ഈ മക്കളെ ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളും പലപ്പോഴും എന്ന് പറഞ്ഞ് സ്റ്റാർ സിംഗറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവസാന കാലത്ത് ഏതൊരു അനാഥാലയത്തിലായിരുന്നു, ഇല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി, ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോഴെന്താ ആരും ഇല്ലാത്ത ആൾക്കാർ പോയി നിൽക്കുന്ന സ്ഥലം, അതിൽ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മക്കളെടുക്കുന്നത് വിട്ടുപോവുക, അല്ലെങ്കിൽ താനുണ്ടാക്കിയ വീട്ടിൽ നിന്നും വിട്ടുപോവുക, അല്ലെങ്കിൽ താനുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിസ്റ്റ് ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് എന്താണ്, അയാൾ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അത് അയാളെ വീട്ടിലെ എല്ലാവരും അത് ഏറ്റെടുത്ത് പിന്നീട് ഇയാളെ വേണ്ട, ഇയാളെ എങ്ങനെ ചവിട്ടി പുറത്താക്കി, ഇതല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇവിടുന്ന് പോയതിന് ശേഷമാണ് മരിച്ചത്. എന്ത് കാരണത്താലാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ പറയില്ല. ഇതല്ലല്ലേ ഇത് കേൾക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കാണ്ടിരിക്കുക? എന്നാൽ ഇതല്ല സംഭവിച്ചിരിക്കുന്നത്. അതായത് ശ്രീകണ്ഠൻ നായരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നീട് അദ്ദേഹം വന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തിനായിരുന്നു സാറേ ഒരു കുടുംബത്തിനെ വെറുതെ ഇതിൻ്റെ അകത്ത് വലിച്ചിട്ടത്? അത് എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കിയിരിക്കുന്ന, എവിടെയാണ് ഇവരെ ആക്രമിക്കേണ്ടത് എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഇവരെ ഈ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ അമൃത സുരേഷിന് ഇട്ടുകൊടുത്തത് എന്തിനായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം ശരിയാണ്, ഇന്ന് വന്ന് മാപ്പും കാര്യങ്ങളൊക്കെ, ഇന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്ടായിട്ടെങ്കിലും ക്ഷമ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും വലിയൊരു ചാനലിൽ വന്ന് സംസാരിക്കുമ്പോഴേ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പാലിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പൊ അമൃത സുരേഷും അഭിരാമി സുരേഷും വന്ന് പറയുന്ന കാര്യം എന്താണ്? അച്ഛമ്മയും കൊണ്ട് അവിടെ ചെന്നതാണ്. അങ്ങനെ ചെന്നപ്പോഴേ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അച്ഛന് കുറച്ച് ഇഷ്ടപ്പെട്ടു. പിന്നീട് അച്ഛൻ പലപ്പോഴും പോയിട്ട് അവിടെ പാട്ട് പാടാറുണ്ട്, താമസിക്കാറുണ്ട്, വരാറുണ്ട്. ഇതല്ലേ സംഭവിച്ചത്? അതിനു വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞ് പരത്തിയത്? അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ കിടന്നാണ് ഇവിടുന്ന് പോയതിന് ശേഷമാണ് മരിച്ചത്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ ഇല്ല സാധ്യത, ഇതൊക്കെ എല്ലാം സസ്പെൻസ് ഇട്ടിട്ട് അങ്ങ് പോയി അവിടുന്ന്. അതായത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ച് പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ്, അനിൽ സാറിൻ്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം വളരെയധികം മിതത്വം പാലിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം. എന്താണെന്ന് വെച്ചാൽ നാളെ ഇപ്പോഴും വന്നിട്ട് ഏതെങ്കിലും ഒരു വലിയൊരു നടനോ അല്ലെങ്കിൽ വലിയൊരു നമ്മുടെ സൂപ്പർ സ്റ്റാർ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അച്ഛനോ അമ്മയോ അവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ടാകുമ്പോഴേതാ ഇന്ന നടൻ്റെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ എന്തിനു വേണ്ടിയാണ് അവരെ കൊണ്ടുവിട്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവർ വന്നത് എന്നൊക്കെ ഒന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് വേണ്ടത്. സത്യം പറയാലോ, അതായത് സുരേഷ് സാറിൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്തായിരുന്നു, അത്രത്തോളം ചോദ്യം വരില്ലല്ലോ. സുരേഷ് സാറ് വല്ലപ്പോഴും വന്ന് ഇവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ നടത്താറുണ്ട്, അദ്ദേഹം വല്ലപ്പോഴും ഇവിടെ താമസിക്കാറുണ്ട്, ഇവിടുന്ന് കൂട്ടിയിട്ട് മക്കൾ പ്രോഗ്രാമിന് കൊണ്ടുപോകാറുണ്ട്, ഭാര്യയും മക്കളും പലപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയതിന് ശേഷമാണ് മരിച്ചത്? അതുപോലെ തന്നെ വീട് വിട്ട് വരാനുള്ള സാഹചര്യം കാരണം എന്താണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമാക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇത് എന്താ പറയേണ്ടത്? ഇത് ആരാണ് ആരാ തിരിച്ചു പറയാത്തത്? അത് ചോദിച്ചതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചോദിച്ചൂടെ?
ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അമൃത സുരേഷ് ആയാലും അഭിരാമി ആയാലും രണ്ടുപേരും വന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ കാര്യം ശരിയാണ്, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം വേണ്ട. പക്ഷെ വലിയൊരു TV ചാനലിൽ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളോട് പറയണം, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അച്ഛനെ പറ്റി സംസാരിച്ചത്, എൻ്റെ അച്ഛനെ പറ്റിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അതല്ലേ പറയേണ്ടത്. അതിന് പകരമായിട്ടെന്ന് പറയുന്നത് ഇവിടെ അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അയാളുടെ തലയിലാണോ കയറേണ്ടത്? അത് ശരിയായൊരു പ്രവണതയാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ വരെ അതിശയപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെയാണോ, ഈ കുട്ടികൾ ഇതുപോലെയാണോ അച്ഛനോട് പെരുമാറിയത്, ആ മനുഷ്യനോട് ഇങ്ങനെയാണോ പെരുമാറിയത് എന്നൊക്കെ ഞാൻ വരെ അതിശയപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു മരണപ്പെട്ട അവസ്ഥയിലൊക്കെ നമുക്കൊക്കെ വലിയ ദുഃഖമായി നമ്മളൊക്കെ മറ്റേ ഇതിൻ്റെ അകത്തൊക്കെ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോഴും നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അമൃത സുരേഷും അഭിരാമി സുരേഷും വന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായത്. അതല്ലേ വേണ്ടത്. ഇനിയിപ്പോഴും ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം വരെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം അവിടെ ഒരു ലഡുവാണ് കൂട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആക്കി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞ് ആൾക്കാർ എടുത്തിട്ടങ്ങ് അലക്കിക്കോളും. ഇതുപോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ കണ്ടത് ഏതൊരു ചെറിയൊരു ക്ലിപ്പിംഗ്സ് ആണ്. ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് അമൃത സുരേഷിന്റെ അച്ഛനും പിന്നെ ഞങ്ങളുടെ വൃദ്ധസാധനത്തിലാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി എന്തൊരു ആഭാസമാണ് ഇതങ്ങനെയാണെങ്കിൽ. വളരെ മോശമല്ലേ. നമ്മളിത് എന്ന് പറയുന്ന എല്ലാവരെയും നമ്മൾ പറയാറുണ്ട്, ശരിയാണ്, നമ്മളെല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യരുത്. എങ്ങനെ ഇത് ഒരു മിണ്ടാതിരിക്കുന്ന ഒരു ഭൂഷണമാണ് ഒരു സമൂഹത്തിന്. ഇപ്പം നാളെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്വത്തും പണവും ഉണ്ടാക്കിയ ഒരു മനുഷ്യനാ അവരുടെ മക്കൾ എല്ലാവരും കൂടി എടുത്ത് വെളിയിലിട്ടിട്ട് ആ മനുഷ്യൻ പോയിട്ട് അനാഥാലയത്തിലോ ഇല്ലെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിറ്റിയിലോ കിടക്കുമ്പോൾ ആ മനുഷ്യൻ സന്തോഷവാനാണെന്ന് നമുക്ക് പറയാൻ കഴിയോടോ? അത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയോടോ? അങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ പോരെ? അതാണ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ക്ലിയറായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അമൃത സുരേഷും അഭിരാമി സുരേഷും കൃത്യമായിട്ട് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അവർക്ക് അതിൽ ഒരുപാട് വേദന അവർക്കുണ്ടായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനിൽ സാറ് നല്ല രീതിയിൽ ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും ഇതുപോലെയുള്ള സംഭവങ്ങളിലേക്ക് എല്ലാവർക്കും വരാമെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ വല്ല അസൗകര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ, കുറച്ച് പണം മാത്രം മതി എന്നുള്ള തരത്തിലുള്ള ഒരു പരസ്യമാണ് കൊടുത്തതെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് ചെയ്തത്. എൻ്റെ അടുത്തേക്ക് ഒരു അനാഥാലയമാണെന്ന് നോക്കണ്ട. കാരണം മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എവിടെയാ, അച്ഛൻ ഗാന്ധിഭവനില്ല എന്ന് പറയുമ്പം ഒരു സുഖമില്ല, അച്ഛൻ ഇതേപോലെ നമ്മുടെ ജോസ്മാ വലിയൊരു അനാഥാലയത്തിലാന്ന് ഒരു സുഖമില്ല, അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കി ഒരു സുഖമില്ല, നേരെ മറിച്ച് കമ്മ്യൂണിറ്റിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവുമോ? അപ്പൊ കമ്മ്യൂണിറ്റിയെ പഴയ അനാഥ മന്ദിരവും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയും, ഇവിടെ അനാഥാലയവും ഉണ്ടാകരുത്, കമ്മ്യൂണിറ്റി ഉണ്ടാകരുത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ വീട്, ആ വീട്ടിൽ കിടന്നിട്ട് വേണം അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ആർക്കും താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ അയാൾ നോക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അയൽവക്കക്കാരനായാലും ശരി, അയാൾക്ക് സ്വത്തം എഴുതി കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്. കമ്മ്യൂണിറ്റിയും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം. ഈ മക്കൾ മുഴുവൻ എന്ന് പറഞ്ഞ് ഈ അമ്മയും അച്ഛനെയും കൊണ്ടുപോയിട്ട് തള്ളും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ ഈ മക്കളെ എന്നാത്ത ഈ അച്ഛന്മാരെ നോക്കാനായിരിക്കും മടിയാ. ഈ അച്ഛന്മാരെ ആയിരിക്കും കണ്ടുകൂടാ. അച്ഛന്മാരെ എന്ന് പറഞ്ഞ് പല വീടുകളിലും ഞാൻ കാണുന്നതാണ്. അതായത് ഈ പിന്നെ എന്താ പറയണ്ടേ, മകനാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലും ഓക്കെയാണ്, പക്ഷേ അച്ഛനെ അമ്മീനെ നോക്കാൻ പറ്റൂല. അങ്ങനെ പലരെടുക്കുകയും കാണുന്നതാണ്. ആ ഒരു സ്വഭാവം തന്നെ ഇവിടുന്ന് മാറ്റണം, ആ ഒരു ചിന്താഗതിയെ മാറ്റണം. അവരുടെ വീട് അവരുടേതാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിനക്ക് വേണമെങ്കിൽ നീ വേറെ വീടെടുത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ നോക്കിയിട്ട് എവിടെ നിന്നോ, അതാണ് വേണ്ടത്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രോത്സാഹനവും നടത്തിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തും ചൂഷണം ഉണ്ടാകാനോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അനിൽ സാറ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഇനി അത് ചാനലുകാർ വളച്ചൊടിച്ചാണെന്ന് അറിയില്ല. അവർക്കാണെങ്കിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ റീച്ചാണ്. ആ റീച്ച് കൃത്യമായിട്ട് അവർക്ക് ആ പ്രോഗ്രാമിലൂടെ കിട്ടുകയും ചെയ്തു. ഈ ഒരൊറ്റ പ്രോഗ്രാം വിജയിക്കാൻ കാരണം അഭിരാമിയുടെ അമൃതയുടെയും അച്ഛനായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് അവരാണ് നിങ്ങൾക്ക് അവരുടെ കണ്ണീരിലാണ് നിങ്ങൾ ചവിട്ടിയത്. ഇത്രയും അറിയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അനിൽ സാറ് കൃത്യമായിട്ട് പറയണം, കേട്ടോ സംഭവിച്ചതാണ്. അതായത് അദ്ദേഹം അവിടെ അഗതിയൊന്നല്ല കേട്ടോ, അദ്ദേഹം പാടാൻ വേണ്ടി വരുന്നതാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നതാണ്, ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. കൃത്യമായിട്ട് പറഞ്ഞൂടെ? അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇവിടുന്ന് പോയി ശേഷമാണ് മരിച്ചത്. നമ്മളെന്താ കരുതുക, ഇവിടുന്ന് പാപം എന്തോ അസുഖമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എന്തോ അസുഖമായിരുന്നു,
അങ്ങനെ അസുഖം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് അവരൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്നവൻ്റെ പറഞ്ഞ് ഇതാക്കിയിട്ടായിരിക്കും മനോവിഷമം തട്ടിയിട്ടായിരിക്കും എന്നല്ലേ നമ്മൾ കരുതുക. ഞാൻ അങ്ങനെ കരുതിയുള്ള കാര്യം എന്താ പറയുന്നതിന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉള്ള കാര്യം പറയാം. ഇന്നലെ ഈ സംഭവം കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അച്ഛൻ എന്തോ അസുഖം പിടിപെട്ടപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളിയെന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിന്നീട് നിങ്ങളെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് മാത്രം വീട്ടിൽ കൊണ്ടുവന്നു എന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു എന്നും ഇതൊക്കെയാണ് ഞാൻ കരുതിയത്. സത്യം പറഞ്ഞ് നിങ്ങളുടെ ഒറ്റ വാക്കിൻ്റെ മുകളിലാണ് ഇതൊക്കെ കരുതേണ്ടി വന്നതെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഏത് ആൾക്കാരായി കഴിഞ്ഞാലും ഇന്നെല്ലാം എന്ന് പറഞ്ഞാൽ ബിസിനസ് തന്നെയാണ്. ബിസിനസ് അല്ല എന്നും പറയുന്നില്ല, എല്ലാ കാര്യത്തിലും ചില ആൾക്കാർ ബിസിനസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സുതാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായ? കാരണം വർഷം മുഴുവൻ അധ്വാനിക്കുന്ന മനുഷ്യന് അയാൾക്ക് അവസാന കാലത്ത് ഒരു കമ്മ്യൂണിറ്റിയും കൊണ്ടുവന്നിരിക്കുന്നത് എന്തായിട്ട് ആവശ്യം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് അവനവൻ്റെ വീട് തന്നെയാണ്. ആ വീട് ഒരു സ്വർഗമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. നമ്മുടെ നാട്ടിൻ പുറത്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ. എല്ലാവർക്കും കൂടിയിട്ട് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് അവിടെ വീട് പിന്നെ കടേൻ്റെ അടുക്ക ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അല്ല ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ പോയിട്ട് എല്ലാവരും വർത്തമാനം പറയും, വൈകുന്നേരം വീട്ടിലേക്ക് പോകും, അത്ര തന്നെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഒന്നും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പാണ്. ഏതായാലും അഭിരാമിയും അതുപോലെ തന്നെ മൃതയും പറഞ്ഞ ആ ഒരു വീഡിയോയുടെ പോർഷൻസ് ഞാനിവിടെ ലാസ്റ്റ് വെക്കാം. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരച്ഛനെ അങ്ങനെ കൊണ്ടുവിട്ടതൊന്നും അല്ല, ഇതെല്ലാവരും കൂടിയിട്ട് മുതലെടുത്താന്നേ ഞാൻ പറയുള്ളൂ. ഈ ഒരു ലൈൻ ഒരു മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിന്റെ ഓണറായിട്ടുള്ള അനിൽ സാറ് വന്നിട്ട് പറയാണ്, സുരേഷ് സാറ് ഞങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു, അദ്ദേഹം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം കറക്റ്റായിട്ട്, ബാക്കി അതിന് മുമ്പും പിൻപൊന്നും ഈ മല്ലൂട്രൻ്റെ എടുത്തിട്ടില്ല. കറക്റ്റ് ഈ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെപ്പറ്റി ഇതെന്താണ്, ഇനി അവരവിടെ കൊണ്ട് തള്ളിയോ എന്നൊക്കെ പറയാം. വളരെയധികം എന്താ പറയാ, സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടിയാണ് രേണു താങ്കൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ. അതിനുശേഷം അതിനെ ബാക്കിയായിട്ട് ഈ പറഞ്ഞ വലിയൊരു സബ്ജക്റ്റായി ഒരുപാട് പേര് റിയാക്ഷൻസ് ചെയ്യാൻ തുടങ്ങി. അരിയണനൊക്കെ ചെയ്ത സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി. സോഷ്യൽ മീഡിയനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതും വ്ളോഗേഴ്സിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇനി ഇതിന്റെ പറയുന്നത് ഇത് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഒരു ഫാമിലിയെ പറ്റി പറയുമ്പോൾ 2-4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും പല ഓർഗനൈസേഷനുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. സമയം മുതലേ ആശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഈ അച്ഛൻ എന്താ പറയാ, ഈ മിത്രകുലത്തില് ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അച്ഛൻ ഇതേപോലെ ഒരുപാട് കമ്മ്യൂണുകളുടെ ആളാണ്. ഒരുപാട് ബിയോണ്ട് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംഗീതം പഠിപ്പിക്കുക, അവരെ സ്റ്റേജിൽ കൊണ്ടുവരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം മുൻനിന്ന് അത് അച്ഛയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരിക്കലും അച്ഛയുടെ ഒരു തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അച്ഛയുടെ ചോയ്സുകളോ ഒന്നിലും ഞങ്ങൾ കയറി ഇടപെട്ടിട്ട് ചേരുന്ന പറയുന്ന മക്കളും അല്ല. ഞങ്ങളുടെ അമ്മയും അങ്ങനെയല്ല. ഞങ്ങളും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറും ഈ എന്താ പറയാ ഈ അച്ഛയുടെ സുഹൃത്തുക്കളെയും അച്ഛയുടെ സർക്കിളുകളിലും പോകാനും അവരെ ആളുകളെ കാണാനും ഞങ്ങളും പലപ്പോഴും ആയിട്ട് വി ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഓൾ ദി തിങ്സ് ദാറ്റ് ഹി ഡസ്. അപ്പോൾ അനിൽ സാറ് അങ്കിള് ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാറ് അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളി ഇങ്ങനത്തെ അങ്ങനെ ഒരാളൊരൊറ്റ സെന്റൻസ് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്ര അതായത് കൂട്ടം ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ എൻറ്റയർ ലൈഫ് വ്ളോഗിങ്ങിലൂടെ ഒക്കെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിനകത്ത് അച്ഛൻ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ വ്യൂവേഴ്സിനാണ് അത് ഏറ്റവും കൂടുതൽ അറിയുന്നത്. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവൾമാർ അല്ലെങ്കിൽ ഇതാണ്. ആൻഡ് ഞങ്ങളെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത് ശീലമായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മയെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലീനെയും ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേര് മാത്രമല്ലാത്ത
വലിയ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. സഹോദരന്മാരാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഭയങ്കര എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഞങ്ങള് ഈ ഒരു സബ്ജക്ട് ഇതോടുകൂടെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിനെ എടുത്തുകൊണ്ട് ഒരു ആക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇന്നലെ ഈ അനിലങ്കിള് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഫുൾ കാര്യം, അതായത് അവിടെ ആദ്യം ഞങ്ങളുടെ അച്ഛമ്മേനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛമ്മേനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അച്ഛനമ്മ എന്നാണ് മനസ്സിലാക്കിയത്. അച്ഛന്റെ അമ്മേനെ അവിടെ കൊണ്ടുപോകാൻ അങ്ങനെ പോയി. പിന്നെ അവിടുത്തെ രീതികൾ ഇഷ്ടപ്പെട്ടപ്പോ അച്ഛൻ അതിന്റെ ഒരു ട്രസ്റ്റിയായി മാറുകയായിരുന്നു ഇതൊക്കെ ക്ലിയർ ആയി ആ ആംഗിള് തന്നെ ഒരു ക്ലാരിറ്റി ഇട്ടുണ്ട്. പക്ഷെ അത് എത്ര പേരിലേക്ക് അത് എത്തും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് പലപ്പോഴും മിണ്ടാതിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കാതെ ഇതിന് ആദ്യമേ തന്നെ നമ്മൾ കാര്യങ്ങളായിട്ട് പറയുന്നു. ആൻഡ് ഇതിന് ഫർദർ എന്തെങ്കിലും ഇനിയും ചീത്തയായിട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ലീഗലായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. കാരണം എടുത്തെടുത്ത് മടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ പറയുന്ന ഈ അനിൽ സാർ ഇതിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞങ്ങൾ ഇതിന്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇത്രയും നമ്മുടെ കാര്യങ്ങൾ അറിയാൻ, ഇത്ര നെഗറ്റീവായിട്ട് അറിയണം എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോന്റെ താഴെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളായിട്ട് തന്നെ അതൊന്ന് കാണാം. പിന്നെ മരിച്ചുപോയ ഒരാൾക്കും കൂടെ സമാധാനം കൊടുക്കില്ല എന്നുള്ളൊരു ഇന്റൻഷനിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് അത് വളരെ ഇത് ചെയ്യുക. കാരണം എടുത്ത് മടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ പറയുന്ന ഈ അനിൽ സാർ പ്രതികരിക്കില്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ അച്ഛനും അമ്മേനെ ഞങ്ങൾ പൊന്നുപോലെയാണ് അന്നും നോക്കിയിട്ടുള്ളത്, ഇന്നും നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മേനെ എങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും എന്താ പറയാ വിഷമിച്ച് മെസ്സേജ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ തപ്പിപ്പിടിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഇഷ്യൂ സൊസൈറ്റിയിലേക്ക് ഇട്ടുകൊടുത്ത മല്ലു ട്രെൻഡ് ടോക്സിന് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഉറപ്പായിട്ടും ഞങ്ങളൊരു ലീഗൽ നടപടി എടുക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളും മനുഷ്യരാണ്. നിങ്ങളെപ്പോലെ തന്നെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾക്കും അവകാശമുള്ളതാണ്. പിന്നെ ഈ പാസ്റ്റ് റിലേഷൻഷിപ്സ് ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് അതൊക്കെ ഒന്ന് നിർത്തണം. ദയവേത് അതൊക്കെ ഒന്ന് നിർത്തണം. കാരണം എല്ലാത്തിനും എന്ത് പറഞ്ഞാലും പിന്നെ അതിനൊന്നും ആവശ്യമില്ല. പ്ലീസ് ഡോണ്ട് മിക്സ് എവറിത്തിങ് അപ്പ്. ആൻഡ് നിങ്ങൾക്ക് വെറുതെ കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈഫ്സ് ഉണ്ടാവും. അതിനകത്ത് ഞങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്ത് നിങ്ങൾ സാച്ചുറേറ്റഡ് ആയി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും പ്ലീസ്. കാരണം ഇനിയും ഇവരെ എന്ത് പറയാം എന്നുള്ളത് പുതുതായി കണ്ടുപിടിച്ച് തപ്പിയെടുക്കുന്ന ആ ഒരു പ്രവണത ദയവ് നിർത്തുക. ഇനിയിപ്പോൾ ഇത് കാരണം എന്തെങ്കിലും ഞങ്ങളെ പറയുവാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇത്രയും പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവര് അച്ഛയുടെ മരണത്തിന്റെ ശേഷമുള്ള ആ ഒരു ട്രോമയെന്നൊക്കെ അമ്മേനെ ഇപ്പൊ ഞങ്ങൾ ബ്ലോഗിലേക്കൊക്കെ ഞങ്ങളായിട്ട് പുഷ് ചെയ്ത് അമ്മേനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയും കയറി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾ എത്ര നല്ല മനസ്സുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് വെരി സാഡിസ്റ്റിക്. ഇറ്റ് ഇസ് വെരി സാഡിസ്റ്റിക്. ബേസിക്കലി ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഈ ഒരു റിയാലിറ്റീനെ എങ്ങനെയാണ് ഞങ്ങൾ ഓവർകം ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വേദനയാണ്. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുത്തി നോവിച്ച് ഇതൊക്കെ വളരെ മോശമാണ്. ആരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുണ്ടെന്നുണ്ടെങ്കിലും. സോ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലെങ്കിലും പറയാനുണ്ടോ? കൂടുതലൊന്നും പറയാനില്ല. ആസ് വി സെഡ്, ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത കംപ്ലൈന്റ്സ് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നേരിട്ട് അടുത്തറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നു, എല്ലാ ഫാമിലീസിലും ഉണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഞങ്ങളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങളുടെ ഫാമിലിക്കോ ഇന്നേ വരെ ഒരു വിത്ത് ഗോഡ്സ് ഗ്രേസ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ട് ദയവ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് തരണ്ട. ആൻഡ് ഈ ഒരു സബ്ജക്റ്റ് ഇതോടുകൂടെ അവസാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു ഡിസ്കഷൻ, ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ അതൊക്കെ ഇവിടെ ഒന്ന് അവസാനിപ്പിച്ച് ഞങ്ങളുടെ വഴിക്ക് എന്താ പറയുക, ഇപ്പം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ ഒരു പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പാട്ട് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ആവശ്യമില്ലാണ്ട് നമ്മളെ വേദനിപ്പിച്ച് തളർത്താനുള്ള ഒരു ഇതൊന്നും അവസാനിപ്പിച്ച് ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിക്കും. അത് നിങ്ങൾ ഈ കിടന്ന സമയം കളയാനും ഒക്കെ വേണ്ടി ഞങ്ങളിട്ട് കുത്തണേ ഒരു ദിവസം നിങ്ങളിലേക്ക് തിരിച്ചത് എത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ മാറാൻ നിൽക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഇത് പറയുന്നതുകൊണ്ട് വി ആർ അഹങ്കാരി, വി ആർ അഹങ്കാരീസ് ആൻഡ് വി ആർ ഹാപ്പിലി അഹങ്കാരീസ് ഫോർ അവർ ഫാമിലി. ഇങ്ങനെ എന്നെ ഞങ്ങൾക്ക് പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഞങ്ങൾ അഹങ്കാരികളാവാൻ റെഡിയാണ്.
അപ്പോൾ അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. ആൻഡ് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ താഴെ കമന്റ് ലിങ്ക് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ നോക്കുള്ളൂ. ഇത്ര ഈ മല്ലു ട്രെൻഡ് ടോക്കർ ചേച്ചിക്കൊക്കെ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നന്നായിരിക്കും തോന്നുന്നു. ആൻഡ് ഇതും കൂടെ പറയണം, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് 2-3 വ്ളോഗേഴ്സ് എടുത്തിട്ട്, ഇപ്പോൾ ഖൈസ് പിന്നെ യൂഷ്വൽ സൈക്കോ ഇവരൊക്കെ എടുത്തിട്ട് എന്താ ഇതിന്റെ ഒരു റിയാലിറ്റി വശം പുറത്തു കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുണ്ട്. അവരോടും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നവരോടും നമുക്ക് താങ്ക്സും കൂടെ ഈ വീഡിയോയിൽ പറയാനുണ്ട്. ആൻഡ് എവ്രിബഡി, ദാറ്റ്സ് ഓൾ. ജോസ് ആണ് മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിങ് ടൂറും LGBT-യും സീനിയർ സിറ്റിസനും മാരീഡും ഡൈവോഴ്സിനും ഡിസേബിൾഡും ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ച് അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു, അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോഴത്തേ പല പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന 2 പേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതുപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, 2ാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞു, ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ അദ്ദേഹത്തിന്റെ അമ്മയും കൂടെയാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസത്തോളം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട്, നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം, മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ. കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല. ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. അപ്പം ടൗണിലായതുകൊണ്ട്, പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാമിന് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ടൗണിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി താമസിക്കില്ല, ഇത് അനാഥാലയമല്ലല്ലോ. നിങ്ങൾ പേ ചെയ്ത് താമസിക്കുകയാണ്. നമ്മുടെ സ്പേസിലും പേ ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അവിടെ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ താമസിക്കാമെന്നുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കും. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം, സുരേഷ് ചേട്ടൻ ഉൾപ്പെടെ ആൾക്കാർ ഒരുമിച്ചാണ് അതിനകത്ത് ഇടപെട്ടിരുന്നത്. ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വീണ്ടും പറയാനുള്ളത്, അത് അനാഥാലയമല്ല. അങ്ങനെ അനാഥാലയത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്പേസ് അല്ല. ഷോർട്ട് സ്റ്റേ ഹോം അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിനാകുന്നവർക്ക് വന്ന് താമസിക്കാം. ഈ സുരേഷ് സാർ മുതൽ കുറെ ആൾക്കാർ അവർക്ക് കമ്മ്യൂണിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് താമസിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കമ്മ്യൂണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ കിബൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഇതുപോലെ കമ്മ്യൂണാണ്. ആ കമ്മ്യൂണിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുക. അതേപോലെ സംവിധാനം പാലാരിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം അവിടുന്ന് പോയതിനെ കുറിച്ച് നമ്മൾ 21 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഇത് വയബിൾ ആകാതെ വന്നതോടുകൂടി നമ്മൾ 2023 മെയ്യിൽ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു.